ഇന്ന് നമ്മൾ ഈ ചൂടുകാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാവാബ ഷേക്കാണ് ചെയ്യുന്നത്. പേര് കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ സാധാരണയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഷേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു മാങ്ങ, നല്ല പഴുത്തിട്ടുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മാങ്ങ എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ മാങ്ങ വെച്ചിട്ട് റോബസ്റ്റ അല്ലെങ്കിൽ ചെറുപഴമൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ ജ്യൂസ് ഉണ്ടാക്കലുണ്ട്. ഇതിപ്പോൾ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. ഇവിടെ എടുത്തിട്ടുള്ള അത്രയ്ക്കൊരു പഴുത്തിട്ടില്ല. നല്ല പഴുത്ത പഴം ആകുമ്പോഴേക്കും കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു കറ കുത്തുന്ന ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇത് ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വലിയ പഴമൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതിയൊക്കെ മതിയാവും. കാരണം പഴത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് മുൻപിൽ നിൽക്കണ്ട. മധുരത്തിന് ആവശ്യമായിട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് ഓരോരുത്തരുടെയും മധുരം എത്രത്തോളം അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. പാലെടുക്കുന്ന സമയത്ത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ്. ഞാനിപ്പോൾ നമ്മുടെ ഐസ് ട്രേയിൽ ഇട്ടിട്ട് ഐസ് ക്യൂബ്സ് ആയിട്ട് എളുപ്പത്തിന് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ നാട്ടിലേക്കാണ് പാലൊക്കെ വാങ്ങിക്കുന്ന കവർ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രീസറിൽ വെച്ച് അങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് കട്ടയാകുമ്പോൾ പുറത്തെടുത്തിട്ട് എന്തെങ്കിലും ഒരു കാനുള്ള സാധനം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുത്താൽ മതി. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തേക്ക് ഷേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത്രയ്ക്ക് തണുപ്പ് വേണ്ട, ഇത്രയ്ക്കൊരു തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ജ്യൂസ് ചെയ്യുന്ന പോലെ പാല് വെറുതെ തണുപ്പിച്ചിട്ട് അങ്ങനെ എടുത്താലും മതിയാവും. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 തുള്ളി വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് തന്നെ വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇത് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളി ഏലക്കാപ്പൊടി ചേർത്താലും മതിയാവും. കൂടുതലൊന്നും വേണ്ട കേട്ടോ, വാനില ആണെങ്കിലും. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുന്ന സമയത്ത് നല്ല തണുപ്പുള്ള വെള്ളം തന്നെ ചേർക്കണം. നമ്മൾ ഷേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും വെള്ളം ചേർക്കാതെ ഇത് തന്നെ നന്നായിട്ട് ക്രഷ് ചെയ്ത് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ആ മാങ്ങയും പഴമൊക്കെ നന്നായി അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം അടിക്കേണ്ട. കാരണം ആ ഐസ് ക്യൂബ്സിൻ്റെ ചെറിയ ചെറിയ തരികൾ അതിലുണ്ടെങ്കിലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ആ സമയത്ത് ഗ്ലാസിൻ്റെ അടിഭാഗത്ത് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ചേർക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, ഒരു കളർഫുള്ളിന് വേണ്ടി മാത്രം. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ശരിക്കും നമ്മുടെ മാങ്ങ, പഴം, പാല് ചേർത്ത് അടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല തണുപ്പോട് കൂടിയിട്ടുള്ള ഷേക്ക്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് അടിഭാഗത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഷേക്കിന് മവാബ എന്നുള്ളൊരു പേര് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ഒരു യൂട്യൂബ് ഫ്രണ്ട് ആയിട്ടുള്ള സുബിനെയാണ്. നല്ലൊരു വെറൈറ്റി പേരായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നേന്ത്രപ്പഴവും നമ്മുടെ മാങ്ങയും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്ക് ഞാൻ കുറച്ചൊരു വിപ്പിംഗ് ക്രീം ചെയ്യുന്നുണ്ട്. ഇതും നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, നല്ലൊരു കളർഫുള്ളിന് വേണ്ടിയിട്ട്. അപ്പോൾ കയ്യിൽ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാം. കുറച്ച് വിപ്ഡ് ക്രീം റെഡിയാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി 2 കളറിലുള്ളതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിലുള്ള മവാബ ഷേക്ക് എന്ന് പറയുന്നത്. നമ്മൾ അടിഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ സോസ് അല്ലെങ്കിൽ സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് ഗ്ലാസ് കാണുന്ന സമയത്ത് ഇതുപോലെ നല്ലൊരു ഭംഗി ഉണ്ടാവും, മൊത്തത്തിൽ ചെറിയൊരു ഷെയ്ഡ് വന്നിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചൂടുകാലത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് അല്ലെങ്കിൽ നല്ലൊരു ഷേക്ക് റെസിപ്പി തന്നെയായിരിക്കും ഇത്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ല പഴുത്ത പഴമോ അതുപോലെ തന്നെ നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്